ഹലോ അസ്സലാമു അലൈക്കും. ഇത് ഇന്നലെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നലെ വരെ ഒമാനിലെ മഴയുടെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ സോഹാറിൽ മഴക്കൊക്കെ കുറവുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് വെയിലും വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. എന്നിരുന്നാലും പ്രവാസികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു വശത്ത് നോക്കിയാൽ യുദ്ധവും കാര്യങ്ങളും, മറുവശത്ത് നോക്കിയാൽ മഴ, വെള്ളപ്പൊക്കം, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്നിരുന്നാലും എല്ലാം മാറി പെട്ടെന്ന് ബാക്ക് ടു നോർമൽ ആവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ. ഇന്നിപ്പോൾ ഒരു ഈവനിങ് വ്ളോഗാണ്. മഴ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. അപ്പോൾ ചൂടുള്ളത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വല്ലാത്തൊരു പൂതി. ആദ്യം വിചാരിച്ച് നല്ലൊരു പഴംപൊരിയും ചായയും കുടിക്കാമെന്ന്. അങ്ങനെ ആ ഉദ്ദേശത്തോടു കൂടി കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ഒരു ബനാന പോലുമില്ല. അപ്പോൾ പിന്നെ നേരെ പ്ലാൻ അങ്ങ് മാറ്റി പക്കവടയാക്കി. അങ്ങനെ പിന്നെ പക്കവട ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് നുറുക്കി സെറ്റാക്കി വെച്ചു. ഇപ്പോൾ പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല കേട്ടോ. പിന്നെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുള്ള ഒനിയനും മല്ലിയിലും കറിവേപ്പിലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് പിന്നെ നമ്മുടെ പൊടികളായിട്ടുള്ള കടലമാവ്, അരിപ്പൊടി, ബാക്കി മസാലപ്പൊടികളെല്ലാം ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തു. അപ്പോൾ അതേ ഈ ഒരു ലെവലിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. ഒട്ടും വെള്ളം കൂടാനും പാടില്ല, എന്നാൽ കുറയാനും പാടില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു തന്നെ പക്കവട ഉണ്ടാക്കാനൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ. എന്നാലും ആ ഫ്ലോയിൽ ഞാൻ അങ്ങ് പറഞ്ഞു പോയിന്നുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പം എന്താ, എണ്ണ ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് കോരി അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ അത് സെറ്റായി വരുമ്പോൾ നല്ല ചൂടുള്ള എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് നല്ലൊരു പാത്രത്തിലേക്ക് അങ്ങിട്ട് വെക്കുക. അപ്പോൾ ഇതേ നമ്മുടെ പക്കവട ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കൂടെ നല്ല ചൂടുള്ള ഒരു പാൽച്ചായും. അപ്പോൾ ചൂടാറുന്നതിന് മുമ്പ് വേഗം പോയിട്ട് കഴിക്കട്ടെ കേട്ടോ. ബൈ.